ഹലോ എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു പാവയ്ക്ക അച്ചാർ പരിചയപ്പെടാം. പാവയ്ക്ക വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരുവുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും പുരട്ടി അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലെണ്ണയിലാണത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാവയ്ക്ക ഇടുന്നു. പൊതുവെ ഞാൻ മുളക് പൊടി ഇടാറില്ല. എന്താണെന്ന് പറഞ്ഞാൽ അടിയിൽ കരിഞ്ഞിങ്ങനെ കിടക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മഞ്ഞൾ മാത്രം പുരട്ടിയാണ് എപ്പോഴും അച്ചാറുകൾക്ക് വറക്കാറ്. അത് കഴിഞ്ഞ് അത് താളിക്കുമ്പോഴാണ് മുളക് പൊടി ചേർക്കാറ്. അപ്പോൾ ഇത് നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്ത് നമുക്ക് കോരിയെടുക്കാം. പാവയ്ക്ക വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടത് കടുക്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കാന്താരി അരിഞ്ഞത്, വേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, ഉപ്പ്, വിനാഗിരി. അപ്പോൾ ആദ്യം നമുക്ക് പാവയ്ക്ക വറുത്ത എണ്ണ തന്നെ എടുത്താൽ മതി. അത് ഞാൻ ചട്ടിയിലോട്ടാക്കിയെന്ന് മാത്രം. അതിലേക്ക് കടുകിടുന്നു. കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ആദ്യമേ ഇഞ്ചി ഇടുന്നു. ഇഞ്ചിക്ക് കുറച്ച് മുരിവ് കൂടുതലുള്ള കാരണമാണ് ആദ്യം ഇഞ്ചി ഇട്ടത്. പിന്നെ കാന്താരി മുളക്, വേപ്പില, വെളുത്തുള്ളി ഇവയിട്ടു. അത് വാടിക്കഴിയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഓഫ് ചെയ്തിട്ട് ഇടുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്നത് കഴിഞ്ഞു പോകും. എല്ലാം ഇട്ടിട്ടുണ്ട്. അത് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചൊറുക്ക ഒഴിക്കാം. ചൊറുക്ക അല്ലെങ്കിൽ വിനെഗർ ഒഴിക്കാം. വിനാഗിരി ഒഴിച്ചു. അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്കിടാം. പാവയ്ക്ക ഇതിലേക്കിട്ടു. അത് നന്നായി ഒന്ന് തിളച്ച് പാവയ്ക്കയിലത്തെ ഉപ്പും പുളിയുമൊക്കെ നമുക്ക് നോക്കാം. എല്ലാതും ആവശ്യത്തിനായിട്ട് ഉണ്ട്. ഉപ്പ്, പുളി, എരിവ് എല്ലാതും ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമുക്കത്
ഓഫ് ചെയ്ത് ആറുമ്പോൾ കുപ്പികളിൽ സൂക്ഷിക്കാം. അപ്പോൾ നമ്മളത് ഒരു കയ്പും പുളിയും ഉപ്പും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു പാവയ്ക്ക അച്ചാറാണ് ഇത്. സാധാരണ ഇതുപോലെ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയത് കാരണമാണ് ഞാനിത് നിങ്ങൾക്ക് കാണിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.